നമ്മൾ കുറെ കാത്തിരുന്ന നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി അതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആഹ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് കേരളത്തിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്തെങ്കിലും പരാതികളോ സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തേക്ക് തന്നെ നമ്മളുടെ ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇപ്പോൾ വന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ചില കുട്ടികളുടെ റാങ്ക് വിത്ത്ഹെൽഡ് അല്ലെങ്കിൽ ചില ആൾക്കാരുടേത് വന്നിട്ടില്ല. അങ്ങനെ ചെറിയ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഉദ്ദേശങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ്. അതോടൊപ്പം തന്നെ നീറ്റ് കേരള റാങ്ക് അനുസരിച്ചിട്ട് കേരളത്തിലുള്ള അഡ്മിഷൻ പോസിബിലിറ്റീസ് എന്തെല്ലാമായി കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് ഗൈഡ് തന്നെ ഒരു ലിങ്ക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആ ലിങ്കിൽ കയറി പോയി കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു ഡിസ്ക്ലെയിമർ വരും. ഇത് നമ്മൾ വേറൊരാൾ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ യെസ് ഓക്കെ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് പ്രെഡിക്റ്റർ ടൂളാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ റാങ്ക് സാധനങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഏതെല്ലാം കോഴ്സുകളായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ MBBS BDS തന്നെയാണെങ്കിൽ MBBS തന്നെ ഇന്ന റാങ്കിന് ഒരു കുട്ടി 567 ഏത് കോളേജുകളാണ് സാധ്യതയുള്ളത്, ഏതിനാണ് സാധ്യത കുറവുള്ളത്, ഏതിനാണ് ഹൈ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. BDSനാണെങ്കിൽ നമുക്ക് കിട്ടിയ റാങ്ക് അനുസരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് സാധ്യതകൾ അനുസരിച്ചിട്ട് ഏതെല്ലാം കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന തരത്തിലേക്ക് നമ്മളുടെ അലോട്ട്മെന്റ് പ്രെഡിക്റ്റർ ടൂൾ ഉണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ നമ്പർ ഉണ്ട് 9645202200 എന്നുള്ള ഈ നമ്പർ ഉണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ കീം എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ലിങ്കും എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ താഴെ പേസ്റ്റ് ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഇങ്ങനെ തന്നെ വിസിബിൾ ആയി വരും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സാപ്പ് മെസ്സേജ് അയക്കാനുള്ള സംവിധാനങ്ങൾ അതിനകത്ത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. സോ ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ഡോപ്പയുടെ വെബ്സൈറ്റിന്റെ പാർട്ടിലേക്ക് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് തുടക്കത്തിൽ തന്നെ ആദ്യമേ പറയട്ടെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റുകളും അല്ലെങ്കിൽ ഫൈനൽ മാർക്ക്, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഈ വർഷത്തെ കട്ട് ഓഫ് അല്ല, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനേക്കാളും നമുക്കൊരു 10% വരെയൊക്കെ പരമാവധി 10% എപ്പോഴും ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തവണ സെൽഫ് ഫിനാൻസിങ്ങിന്റെ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം വരുന്നത് ഒരു 440 മാർക്കാണ്. 10% മാർക്ക് 44 മാർക്ക് കുറഞ്ഞ് 400 കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അവിടെ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഈ വർഷം ഉണ്ടായേക്കാം. പക്ഷെ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഉണ്ടായിരുന്ന പോലത്തെ വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മൾ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കണക്കൂട്ടുക. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നോട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെല്ലാം വിവരങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളുടെ എന്താ പറയാ അഡ്മിഷന്റെ ഓപ്ഷൻ ഫില്ലിംഗ് പോലെയുള്ള ഏതൊക്കെ അപ്ലൈ ചെയ്യണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ എവിടേക്കാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്നുള്ള ധാരണകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണുക എന്നുള്ളതാണ് കാര്യം. സോ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് എല്ലാ ആസ്പിരൻസിനും വേണ്ടിയിട്ടെന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഡോപ്പയിലെ സ്റ്റാർസിന്റെ പേര് ഡെഫിനറ്റ്ലി നമുക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ സ്റ്റുഡൻസും പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും, ഈ 3 ആൾക്കാരെ നമ്മൾ എടുത്തു പറയാതെ വയ്യ. ടീച്ചേഴ്സ് കഴിഞ്ഞ ഒരു വർഷം കാണിച്ച കമ്മിറ്റ്മെന്റ്, അത് അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതിലും ബാക്കി കാര്യങ്ങളിലൊക്കെ കാണിച്ച കമ്മിറ്റ്മെന്റ് എടുത്തു പറയാതെ വയ്യ. പേരൻസും കുട്ടികളും നമ്മളെ വിശ്വാസം അർപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പണിയും എടുത്ത് മുന്നോട്ട് പോയ ഒരുപാട് കുട്ടികൾ. നമുക്ക് ഗവൺമെന്റ് MBBSന്റെ കട്ട് ഓഫ് ഇപ്പൊ 538, അതായത് ഇടുക്കി കോന്നിയിലേക്ക് 538ആണ്. അതിന് മുകളിലേക്ക് മാത്രം 100 കുട്ടികളുടെ അടുത്തുണ്ട് നമുക്ക്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. പക്ഷെ എന്നാലും ടോപ്പേഴ്സിന് കൃത്യമായിട്ട് പറയണം. നമ്മുടെ റിഷാദ് മുന്ന 6 റാങ്ക് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇർഷാദിന്റെ വീഡിയോസും ഇന്റർവ്യൂസും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പ്രാവശ്യം കൂടി സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വിശദമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ടാവും. രണ്ടാമത്തെ റാങ്ക് വന്നിട്ടുള്ളത് മുഹമ്മദ് സിനാൻ 615 മാർക്ക്. നമ്മുടെ തിരൂർ സ്വദേശിയാണ്. 15ാമത്തെ റാങ്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത് സലീൽ മുഹമ്മദ് 64ാമത്തെ റാങ്കാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത പൊസിഷനിൽ വന്നിട്ടുള്ളത് ഐഷ റഹ്മ 79ാമത്തെ റാങ്ക്. ആൻഡ് സഫ്വാൻ 101ാമത്തെ റാങ്ക് വാങ്ങി സഫ്വാൻ ഉണ്ട്. ആൻഡ് രാംകുമാർ ഈസ് 126th റാങ്ക്. ഇതാണ് നമ്മളുടെ ടോപ്പ് 6ൽ വരുന്ന കുട്ടികളും അവരുടെ സാധനങ്ങളും. എല്ലാവർക്കും വലിയ കൺഗ്രാജുലേഷൻസ് എന്നുള്ളതാണ്. 100ന്റെ അടിയിൽ 5 കുട്ടികൾ എന്നുള്ളത് ഒരു റാങ്കിന്റെ വ്യത്യാസത്തിൽ 100ന്റെ അടിയിൽ 4 കുട്ടികളായിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഭയങ്കര സന്തോഷമുള്ള, ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഇതിന്റെ എല്ലാ ക്രെഡിറ്റുകളും അവരുടെ രക്ഷിതാക്കൾക്കും ആ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ച അധ്യാപകർക്കുമായിട്ട് കൊടുക്കുന്നതാണ്. നമ്മളൊരു സിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്ത ആൾക്കാരാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന, നല്ല ഹാർഡ് വർക്കിനെ പ്രൊമോട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളായിട്ട് മുന്നോട്ട് തുടരാനും കണ്ടിന്യൂ ചെയ്യാനും തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തോട്ടെ പറഞ്ഞോട്ടെ എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലുള്ള സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. 2025 എങ്ങനെയായിരുന്നു, ഏതെല്ലാം റാങ്കിലേക്ക് ഈ സ്കോറുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാം ഒന്ന് വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കാം. സോ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പേജാണ്
നമ്മളുടെ ഒരു സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഇതിന്റെ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത് 200 മാർക്ക് മുതൽ 249 വരെയുള്ള ഈ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്. അതിന്റെ എണ്ണം 200 ടു 249 സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം 6882 കുട്ടികൾ നമ്മളുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള നമ്പറാണ് സ്കോർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. കേരളത്തിനുള്ളിൽ മാത്രം, കേരള റാങ്ക് ലിസ്റ്റിനുള്ളിൽ നിന്ന് എടുത്ത ഡേറ്റയാണ് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 250 ടു 299 6628, അവിടെയൊക്കെ ഏകദേശം സിമിലർ ആണ്. 6000 കുട്ടികൾ, 300 മുതൽ 349 വരെ 6000 കുട്ടികൾ. അപ്പോൾ ഓരോ 50 മാർക്കിലും 6000 കുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും 10 മാർക്കിന് 1000 കുട്ടികൾ എന്നുള്ള റേഷ്യോനേക്കാൾ കുറച്ചും കൂടി മേളിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 350 മുതൽ 399 വരെ 400 വരെ സ്കോർ ചെയ്തു. ഇവരൊക്കെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഏകദേശം അല്ലൈഡ് കോഴ്സുകൾ, അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്ന കുട്ടികളാണ്. 5000 കുട്ടികൾ വന്നിട്ടുണ്ട്. 400 മുതൽ 450 വരെയുള്ള കുട്ടികൾ, 449 വരെയുള്ള കുട്ടികളുടെ എണ്ണം വരുന്നത് ഏകദേശം 4800 വന്നിട്ടുള്ളത്. 450 ടു 499 അത് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണം 3648 കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ ടോട്ടൽ. ഇനി 500 മുതൽ 549 വരെയുള്ള കുട്ടികൾ, അതിൽ നമുക്ക് 1878 പേരാണ് വന്നിട്ടുള്ളത്. ആൻഡ് 550 മുതൽ 600 വരെ 516 പേരും. 600 മുകളിലേക്ക് ഇത്തവണ കേരളത്തിൽ 600 മുകളിലേക്ക് വന്ന കുട്ടികളുടെ എണ്ണം 61 പേര് മാത്രമാണ് കേരളത്തിൽ 600 മുകളിലേക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേരള റാങ്ക് ലിസ്റ്റ് പ്രകാരം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. സ്കോർ റേഞ്ചിന്റെ തന്നെ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഇതേ ഡേറ്റ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഗവൺമെന്റ് സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 61ഉം 516ഉം ഏകദേശം 580 വരെയുള്ള ആളുകൾ, ഒരു 530 വരെയൊക്കെയാണ് സാധനങ്ങൾ വരുന്നുണ്ടാവുക. സെയിം ഡേറ്റ തന്നെയാണ് ഓരോ റേഞ്ചിലുള്ള കുട്ടികൾ എത്രത്തോളം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് ആക്ച്വലി നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഡേറ്റ അല്ല. നിങ്ങളുടെ തുടക്കത്തിലേ നമ്മൾ ആദ്യം പറഞ്ഞുതരാണ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പോയത് ഏത് മാർക്കിനായിരുന്നു എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ് നമ്മൾ ഈ സാധനങ്ങൾ വിചാരിക്കുക. നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തവണത്തെ കഴിഞ്ഞ വർഷം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ലാസ്റ്റിലത്തെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് പോയത് ഇടുക്കി മെഡിക്കൽ കോളേജിലായിരുന്നു. ആ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ലാസ്റ്റിലത്തെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തവണ വന്നിരിക്കുന്ന മാർക്ക് 538 മാർക്കാണ്. 538 മാർക്കിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടേബിൾ താഴേക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓരോ കോളേജിലും വന്നത് കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യും. ആ റാങ്കിന് ഇത്തവണ എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് 538 മാർക്കിന്. അപ്പോൾ ഇത്തവണ 538 മാർക്കുള്ള കുട്ടിക്ക് ഇടുക്കിയിലൊക്കെ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇടുക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട് 538 എന്നുള്ള രൂപത്തിൽ. ഇനി അടുത്ത കാറ്റഗറി EZ, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന മറ്റ് കാറ്റഗറികൾ, എല്ലാ കാറ്റഗറികളുടെയും ഇതുപോലത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. EZന് ഏകദേശം 523 ഇതും ലാസ്റ്റിലേക്ക് വരുന്ന ഇടുക്കി, കോന്നി പോലുള്ള കോളേജുകളിലെ സാധനങ്ങളാണ് കേട്ടോ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും അവസാനം ആളുകൾ ചൂസ് ചെയ്യുന്ന കോളേജാണ്. കോളേജ് മോശം എന്നൊരു അഭിപ്രായമല്ല, കേരളത്തിൽ ഏറ്റവും അവസാന ആളുകൾ ചൂസ് ചെയ്യുന്ന കോളേജുകളിലുള്ള സാധനമാണ് പറയുന്നത്. മുസ്ലിമിന് 537 മാർക്ക് എങ്കിലുള്ള ഒരു കുട്ടിക്കാണ് ഇടുക്കി എങ്കിലും നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ആൻഡ് ഇവിടെ നമ്മളുടെ SC കാറ്റഗറി 422 വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള കോളേജുകളിൽ കിട്ടാനുള്ള പോസിബിലിറ്റി. ഗവൺമെന്റ് ST 355 വരെയുള്ള കിട്ടാനുള്ള സാധ്യത, 355 മാർക്ക് വരെയുള്ള ഒരു ഗവൺമെന്റ് MBBS കിട്ടാനുള്ള സാധ്യത. ഗവൺമെന്റ് EWS 515 വരെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങൾ സാധനങ്ങൾ കണ്ടേക്കാം. ഇപ്പോൾ ഇത് കണ്ടിപ്പോൾ EWSലുള്ള ഒരു 510 മാർക്കുള്ള ഒരു കുട്ടി കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. പക്ഷെ നമ്മളുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളതാണ്. EWS ഉള്ള 460 അല്ലെങ്കിൽ 480 ഉള്ള ഒരു കുട്ടി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവുക. പ്രധാനമായിട്ടും സെൽഫ് ഫിനാൻസിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ആളുകൾ ചോദിക്കുന്നതാണ് സെൽഫ് ഫിനാൻസിന്റെ സ്റ്റേറ്റ് മെറിറ്റ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് പോയിട്ടുള്ളത് ഏകദേശം 9500 അല്ലെങ്കിൽ 10,000 ഇടയിലുള്ള റാങ്കിലാണ് പോയിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്തവണത്തെ മാർക്ക് വരുന്നത് 452 മാർക്കായിരിക്കും. 452 മുകളിലേക്കുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിംഗ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു സാധനം മൈനോറിറ്റി കോട്ടകളാണ്. രണ്ട് പ്രധാനപ്പെട്ട മൈനോറിറ്റികൾ, മുസ്ലിം മൈനോറിറ്റി MM കാറ്റഗറി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അനുസരിച്ചിട്ട് 443 വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ സാധ്യത. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. 443 മാർക്കുള്ള കുട്ടിക്ക് MM കാറ്റഗറി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് നിന്ന് വലിയ വ്യത്യാസം ഉണ്ടായി. ഒരു 410 ഉള്ള കുട്ടിയോ 400 ഉള്ള കുട്ടിക്കോ MM കാറ്റഗറിയിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതകൾ കുറവാണെന്നുള്ളത്. ഇത് ആരെയും വേദനിപ്പിക്കാനല്ല, കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരിക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി, ഓൾ ക്രിസ്ത്യൻ AC കാറ്റഗറി നമ്മളുടെ 482 എന്നുള്ള സ്കോർ വരെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് അവിടെ കാണാനുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനമായിട്ട് നമ്മൾ 2024 ലാസ്റ്റ് റാങ്കും 2025 സ്കോറുകളും വെച്ചിട്ടുള്ള ടേബിളുകളാണ്. ഈ ടേബിൾ നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ ഞാൻ ഫസ്റ്റ് കമന്റിൽ തന്നെ ഈ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോട്ടെ എന്ന് ചോദിക്കും. യെസ്, മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ ഡേറ്റകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെന്റ് MBBS, ഗവൺമെന്റ് BDS, സെൽഫ് ഫിനാൻസിംഗ്
ഫിനാൻസിങ് MBBS, സെൽഫ് ഫിനാൻസിങ് BDS പോലെയുള്ള എല്ലാ ഡേറ്റകളുമാണ്. ഇപ്പോൾ ഗവൺമെന്റ് MBBSന്റെ ഡേറ്റയിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. നമുക്ക് ആദ്യം തന്നെ മുഴുവൻ വിശദമായിട്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ വലിയൊരു വീഡിയോയിലോ ലൈവ് സെഷനിലോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗവൺമെന്റ് മെഡിക്കലിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് 810 ലാസ്റ്റ് റാങ്ക് നമ്മളെ ആലപ്പുഴയിൽ പോയിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തവണത്തെ മാർക്ക് വന്നിട്ടുള്ളത് 556 അപ്പോൾ 556 മാർക്കോ അതിന് മുകളിൽ മാർക്കോ സ്കോർ ചെയ്ത കുട്ടികൾക്ക് മനസ്സിലാവും ലാസ്റ്റിലേക്ക് 556 ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആലപ്പുഴയിൽ ഒരു സാധ്യതയുണ്ട്. ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്നത് ഈ വർഷത്തെ നീറ്റിന്റെ സ്കോറാണ്. ഈ മേളിൽ കിടക്കുന്ന റാങ്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പോസിബിലിറ്റീസ് അറിയാന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാറ്റഗറി നമുക്ക് എങ്ങനെ നോക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആലപ്പുഴയിൽ ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 1341 പോയിട്ടുണ്ട്. അതിൽ 544 ഈ ഡോക്യുമെന്റ് നിങ്ങൾക്കായിട്ട് താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എറണാകുളത്ത് എങ്ങനെയാണ്, കോഴിക്കോട് എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുള്ളത് 275 കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തവണ വന്നിരിക്കുന്ന മാർക്ക് 578 മാർക്കാണ്. അപ്പൊ 578 മാർക്കുള്ള കുട്ടികൾക്ക് കോഴിക്കോടിൽ ഒരു സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് പ്രതീക്ഷിക്കാം. ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ള രൂപത്തിലാണ് പറയുന്നുണ്ടാവുക. കോഴിക്കോട് തന്നെ നമ്മുടെ ഈഴവ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈഴവ 495 കഴിഞ്ഞ പ്രാവശ്യം ക്ലോസ് ആയ റാങ്ക്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 567 മാർക്കുള്ള EZ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 320 OBC MU വിഭാഗത്തിൽ ഉണ്ടായിരുന്ന സാധനം, അത് 575 മാർക്കാണ്. അപ്പൊ ഈ മാർക്കുള്ള കുട്ടികൾക്ക് കോഴിക്കോട് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ കോളേജുകളും കോന്നി, ഇടുക്കി, തൃശ്ശൂർ, തിരുവനന്തപുരം നോക്കൂ. തിരുവനന്തപുരം സ്റ്റേറ്റ് മെറിറ്റ് 425 കഴിഞ്ഞ പ്രാവശ്യം ക്ലോസ് ആയ റാങ്ക്. അതിന് പകരമായിട്ട് ഇത്തവണ 570 മാർക്കുള്ള കുട്ടിക്ക് തിരുവനന്തപുരം പ്രതീക്ഷിക്കാം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. 669 EZ വിഭാഗത്തിന്, അതിന് 561 മാർക്കാണ് വേണ്ടത്. MU വിഭാഗത്തിന് 471 കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിംഗ് റാങ്ക്, അതിന് 568 റാങ്ക് വേണ്ടത്. അപ്പൊ നമുക്ക് തിരുവനന്തപുരം വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഡോക്യുമെന്റ് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ വിഭാഗങ്ങളുടെയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഗവൺമെന്റ് MBBSന്റേതാണ്. ഗവൺമെന്റ് BDSനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് BDSനെ കാണാൻ വേണ്ടി പറ്റും. ഗവൺമെന്റ് BDS എവിടെ വരെ പോകും. സ്റ്റേറ്റ് മെറിറ്റിൽ ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റിൽ പോയ റാങ്ക് 4298. അതിന് ഇത്തവണത്തെ കറസ്പോണ്ടിങ് മാർക്ക് 506. അപ്പൊ നമുക്ക് മനസ്സിലാവും ഗവൺമെന്റിൽ ഒരു BDS കിട്ടണമെങ്കിൽ ഏകദേശം സ്റ്റേറ്റ് മെറിറ്റിലുള്ള ഒരാൾക്ക് ഒരു 500 മുകളിലേക്ക് മാർക്ക് നമുക്ക് നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു കാര്യം നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. EZ ഉള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് റാങ്ക് 6080. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 490 ആലപ്പുഴയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഡെന്റൽ കോളേജ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലുള്ള ആൾക്കാർക്ക് 2873 കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 520 മാർക്കെങ്കിലും വേണം. അപ്പോൾ ഇത്തവണ നമുക്കറിയാം ഒരു 528 527 526 വരെയുള്ള ആളുകൾക്കൊക്കെ ഓൾ ഇന്ത്യയിലെങ്കിലും നമുക്ക് എന്തുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോട് വരണമെങ്കിൽ 520 ഒന്നോ രണ്ടോ ചോദ്യത്തിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് നമുക്ക് അവിടെ അഡ്മിഷൻ പോസിബിൾ ആവുക എന്നുള്ളതാണ് കാര്യം ഉണ്ടാവുക. സോ കേരള റാങ്ക് അനുസരിച്ചിട്ടുള്ള ഈ സാധനങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBS ഓരോ കോളേജുകളുടെയും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അല്ലസർ ഡെന്റൽ കോളേജ്, അമല നോക്കാം. അമല കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കോളേജാണ്. അമലയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിംഗ് റാങ്ക് 2568. കട്ട് ഓഫ് മാർക്ക് വരുന്നത് 524 മാർക്കായിരിക്കും ഇത്തവണത്തത്. അങ്ങനെയാണെങ്കിൽ വരുന്നത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എല്ലാ വർഷവും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതാണ് സാധനം. കാരണം നമുക്ക് ആ ഒരു റേഞ്ചിൽ 528 അല്ലെങ്കിൽ 530 ആ ഒരു റേഞ്ചിൽ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. 2632 564 EZനും അതേ സമയത്ത് 524 തന്നെയാണ് വരുന്നുണ്ടാവുക. മുസ്ലിമിനും വരുന്ന 523 വരുന്നുണ്ടാവുക അമല മെഡിക്കൽ കോളേജിൽ. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു മെഡിക്കൽ കോളേജ് MES പെരിന്തൽമണ്ണ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് 3321 ലാസ്റ്റ് ക്ലോസ് ആയത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 515 വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ EZ വിഭാഗത്തിന് 513, മുസ്ലിം വിഭാഗത്തിന് 514. അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കുള്ള സാധനങ്ങൾ പ്രത്യേകം നമുക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ MES മെഡിക്കൽ കോളേജിലൂടെ കിട്ടുക എന്നുള്ള കാര്യം. സെയിം വേ ജൂബിലി മിഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂബിലി മിഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ താഴെ കമന്റ് ചെയ്തിരിക്കുന്ന ആ ലിങ്കിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുന്ന പേജ് ഇത്തരത്തിലായിരിക്കും ഒരു പേജ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വരുന്നുണ്ടാവുക. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ കോളേജ് പ്രെഡിക്റ്റർ ടൂൾ, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ, നിങ്ങൾ ഇതിങ്ങനെ ഈ ടേബിളുകൾ താഴേക്ക് വെച്ചിട്ടുള്ള ഈ വലിയ ടേബിളുകൾ മുഴുവനായിട്ട് നോക്കി
എന്താ പറയുക, ഇതിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഇത് നേരിടാതെ നിങ്ങളുടെ റാങ്കിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള ഈ നമ്പറിലേക്ക് 959645202200 നമ്മുടെ ഡോക്ടറുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി വാട്സ്ആപ്പ് ഓപ്പൺ ആവും. കീം എന്ന് മെസ്സേജ് അയക്കുക. കീം എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും മെസ്സേജും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോപ്പയിലുള്ള സ്റ്റുഡൻസിനോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഡോപ്പയിലുള്ള കുട്ടികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് കൗൺസിലിംഗ് സപ്പോർട്ട് സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്ററായിട്ട് കണക്ട് ചെയ്യുക. അവർ വഴിയിട്ട് നമ്മളുടെ അലോട്ട്മെന്റ്സ് എല്ലായിട്ട് വന്ന് ഏത് കോഴ്സിനെ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും, ഏതെല്ലാം സാധ്യതകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ടോപ്പിലെ കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് എല്ലാ നീറ്റ് ആസ്പിരൻസിനും കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 കോൺടാക്ട് ഡീറ്റെയിൽസും കൂടി ഇവിടെ വരുന്നുണ്ട്. നോർത്ത് കേരള സ്റ്റുഡൻസ് കളക്ട് ചെയ്യേണ്ടത് നമ്മുടെ കാലിക്കറ്റ് ഓഫീസായിട്ടാണ്. നേരത്തെ കാണിച്ച അതേ നമ്പറാണ് 9645202200 എന്നുള്ള ഈ നമ്പറിൽ കണക്ട് ചെയ്യുക. ആൻഡ് സൗത്ത് കേരളയിലുള്ള കുട്ടികൾ കണക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ തൃശ്ശൂർ ഓഫീസായിട്ടാണ്. തൃശ്ശൂർ ഓഫീസിൽ കണക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മളുടെ നീറ്റ് 2025 ബേസ് ചെയ്തിട്ടുള്ള കേരള റാങ്ക് ലിസ്റ്റ്, അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ, അടുത്ത സാധനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. കേരളത്തിന്റെ അലോട്ട്മെന്റ് എന്ന് തുടങ്ങും? ഇന്ന് 26-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തായാലും ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നു. മിക്കവാറും ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനും ഒരു 28, 29, 30 ഒക്കെ ആകുമ്പോൾ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഇപ്പോൾ കിട്ടിയ റാങ്ക് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഓൾ ഇന്ത്യയിലാണോ നമ്മുടെ പോസിബിലിറ്റി, അതോ കേരളത്തിലാണോ നമ്മുടെ പോസിബിലിറ്റി, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി നമ്മളുടെ ആഗ്രഹത്തിന്റെ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ കൊടുക്കുക. ഈ കട്ട് ഓഫ് മാർക്കുകളോ കട്ട് ഓഫ് റാങ്കുകളോ ഒന്നും പ്രസക്തമല്ല. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാടുക. അപ്പോൾ നിങ്ങൾക്കൊരു 550 മാർക്കുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് ഓൾ ഇന്ത്യയിൽ ഡൽഹി എയിംസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ, ഒന്നാമത്തെ ഓപ്ഷൻ അത് വെക്കാം, ഒരു തടസ്സമില്ല. ഇനി ഒരു 550 മാർക്കുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടോ, ഒന്നാമത്തെ ഓപ്ഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. തർക്കമൊന്നുമില്ല. അങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ താഴേക്ക് വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് കൊടുത്തു പോകുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് ഏത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന ഡോക്യുമെന്റുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. സോ ചെക്ക് ദ ഫസ്റ്റ് കമന്റ് ആൻഡ് ഐ വിൽ ബി ലുക്കിംഗ് ഫോർ യുവർ കമന്റ്സ്. നിങ്ങളുടെ കമന്റുകൾ ചോദ്യങ്ങളോട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൽ അടിസ്ഥാനമാക്കിയിട്ട് അടുത്ത വീഡിയോസ് പ്ലാൻ ചെയ്യാം. നീറ്റായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും വരുന്ന ഒരു ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. And we will see you on the next video. Thank you so much for watching. Bye bye.